ജാതി നോക്കി തന്നെ വിലക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പൂർണ്ണമായും ജാതി മാത്രമല്ല, അതിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കാദ്യം ഈ പ്രോട്ടം സ്പീക്കർ എന്ന് പറയുന്ന പദവിയും ആ പദവിയിൽ ഇതുവരെ നടന്നിരിക്കുന്ന കൺവെൻഷൻസും എന്താണ് എന്നുകൂടി പരിശോധിച്ച് മാത്രമേ എന്താണ് ഇപ്പോൾ സംഭവിച്ചത് എന്നത് പൂർണ്ണമായും വിലയിരുത്താൻ സാധിക്കൂ. പ്രോട്ടം സ്പീക്കർ എന്ന് പറയുന്നത് ഭരണഘടനാപരമായൊരു പദവിയല്ല. അത് പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ഹാൻഡ് ബുക്കിലെ റൂള് പ്രകാരം ഒരു ലോക്സഭ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ലോക്സഭയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രസിഡന്റിന് ഒരു പ്രോട്ടം സ്പീക്കറെ തിരഞ്ഞെടുക്കേണ്ടതുണ്ടെന്ന് ഹാൻഡ് ബുക്കിൽ പറയുന്നു. അത് സീനിയോറിറ്റി നോക്കിയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ പ്രോട്ടം സ്പീക്കറുടെ ജോലി ആദ്യത്തെ 2 ദിവസങ്ങളിലേക്കായിരിക്കും, മറ്റു കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ. അതായത് സ്പീക്കർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രോട്ടം സ്പീക്കർ നോക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ പാനൽ ഓഫ് 3 മെമ്പേഴ്സിനെ ക്ഷണിക്കുകയും മറ്റ് MP-മാർക്ക് അദ്ദേഹമാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടത്. ഇതാണ് ഹാൻഡ് ബുക്കിൽ പറയുന്ന ചട്ടം. ആ ഹാൻഡ് ബുക്കിൽ പറയുന്ന ചട്ടം അനുസരിച്ച് സീനിയോറിറ്റി ഉള്ള നേതാവിനെയാണ് പ്രോട്ടം സ്പീക്കർ ആക്കേണ്ടതെങ്കിൽ ആ സീനിയോറിറ്റി എന്നുള്ളത് ആ ഹൗസിലെ അംഗത്വമെന്ന സീനിയോറിറ്റിയാണ്. അത് തീർച്ചയായും കൊടിക്കുന്നിൽ സുരേഷിനാണുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം 8 തവണ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ലോക്സഭയിൽ തന്നെ ഉണ്ടായിരുന്നയാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഇപ്പോൾ പ്രസിഡന്റ് തിരഞ്ഞെടുത്തിരിക്കുന്ന കട്ടക്കിൽ നിന്നുള്ള MP-ക്ക് ആകെയുള്ളത് 7 തവണ ലോക്സഭാ അംഗത്വമായി എന്നുള്ള ഒരു ചരിത്രം മാത്രമാണ് ഭർതൃഹരി മത്തബിന്. അപ്പോൾ ഭർതൃഹരി മത്തബിന് എന്തുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് 7 തവണ മാത്രം സീനിയോറിറ്റിയുള്ള ഭർതൃഹരി മത്തബിന് കൊടുത്തത് എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രാഷ്ട്രീയം വിശാലമായ ജാതി രാഷ്ട്രീയത്തിൻ്റെ കൂടിയാണ്. നോക്കൂ, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടന വേളയിൽ ഒരാളുടെ അസാന്നിധ്യം നമ്മളെല്ലാവരും ചർച്ച ചെയ്തിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 79 പ്രകാരം ഒരു പാർലമെന്റ് എന്ന് പറയുന്നത് പ്രസിഡന്റും ഒപ്പം തന്നെ ഹൗസ് ഓഫ് കോമൺസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ലോക്സഭയും നമ്മളുടെ ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നറിയപ്പെടുന്ന ലോക്സഭയും രാജ്യസഭയും ചേരുന്നതാണ്. അവിടെ പ്രസിഡന്റിന്റെ അസാന്നിധ്യത്തിൽ പാർലമെന്റ് അപൂർണമാണെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 79 ഇരിക്കെ ചെങ്കോൾ സ്ഥാപിച്ചുകൊണ്ട് ഈ പാർലമെന്റിന്റെ ഉദ്ഘാടന വേളയിൽ എന്തുകൊണ്ടാണ് പ്രസിഡന്റിനെ നിങ്ങൾ ക്ഷണിക്കാഞ്ഞത്? പ്രധാനപ്പെട്ട ചോദ്യം. അയോധ്യയിൽ ഇനി രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം എന്തുകൊണ്ടാണ് ഈ പ്രസിഡന്റിനെ നാമമാത്രമായിട്ടാണെങ്കിലും ഒന്ന് ക്ഷണിക്കാതെ പോയത്? ഈ 2 ചോദ്യങ്ങളും നമ്മുടെ മുന്നിൽ വയ്ക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ശരിയാണ്, ദ്രൗപദി മുർമുവിനെ പ്രസിഡന്റ് ആക്കുന്നതിലൂടെ ഒരു കീഴ്ജാതി വിഭാഗത്തിൽപ്പെട്ട വനിതയ്ക്ക് പ്രാതിനിധ്യം കൊടുത്തിരിക്കുന്നു എന്നൊരാശയം കൊടുക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ പ്രതീകാത്മകമായി പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയും വ്യവസ്ഥാപിതമായി ഒഴിവാക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായൊരു കപട രാഷ്ട്രീയമാണ് BJP പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറയും, സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറയും, സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ BJP പയറ്റിക്കൊണ്ടിരിക്കുന്ന ജാതി രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ. അത് കേവലം വോട്ട് ബാങ്ക് അപ്പീസ്മെന്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിനെ നോക്കൂ, ഈ തിരഞ്ഞെടുപ്പിൽ BJPയുടെ ജാതി രാഷ്ട്രീയം അമ്പയെ പരാജയപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ്. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഉത്തർപ്രദേശിലേക്ക് മാത്രം നോക്കൂ, 17 SC സീറ്റുകളിൽ 17 റിസർവ്ഡ് സീറ്റുകളിൽ BJP കഴിഞ്ഞ തവണ 14 വിജയിച്ചു കയറിയതാണ്. 2014 17 റിസർവ് സീറ്റുകളും വിജയിച്ചു കയറിയതാണെങ്കിൽ ഇത്തവണ 8 സീറ്റുകളും കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു BJPക്ക്. അവിടെ ബാക്കിയുള്ള 7 സീറ്റുകളും നേടിയിരിക്കുന്നത് ആരാണ്? BSP ആണ്. അവിടെ BSP ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യം, ഒരു ജാതി രാഷ്ട്രീയ സമവാക്യം കൊണ്ടുവന്നിരിക്കുന്നു. ഈ PDS എന്ന് പറയുന്ന പിछड़ा ദളിത് അല്പസംഖ്യ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ അവിടെ വർക്ക് ചെയ്യുന്നു. അതായത് മുസ്ലിം യാദവ് എന്ന വോട്ട് ഫോർമുലയ്ക്കും അപ്പുറത്തേക്ക് SP കൊണ്ടുവരുന്നൊരു രാഷ്ട്രീയ ഫോർമുല ഉത്തർപ്രദേശിൽ വർക്ക് ചെയ്തു എന്നത് മനസ്സിലാക്കുന്നു. ഒരേ സമയം തന്നെ മുന്നാക്ക ജാതി വിഭാഗത്തിലും BJPക്ക് പിന്തുണ കുറയുന്നു, അവിടെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുന്നു. നോക്കൂ, എന്താണ് ഉത്തർപ്രദേശിൽ സംഭവിക്കുന്നത്? ഉത്തർപ്രദേശിൽ രജ്പുത്തും ബ്രാഹ്മണുകളും തമ്മിൽ സംഘർഷത്തിലാണ്. ഗുജറാത്തിലേക്ക് വന്നാൽ അവിടെ രജ്പുത്തുകളും BJPയും തമ്മിൽ സംഘർഷത്തിലാണ്. ക്ഷത്രിയ സമാജം വിളിച്ചുകൊണ്ട് ഊരുവിലക്ക് നടത്തുന്നു. അവിടെ BJP സ്ഥാനാർത്ഥിക്ക് കയറാൻ കഴിയാത്ത ചില മേഖലകൾ കൊണ്ടുവരുന്നു. അവിടെ കോൺഗ്രസ് വിജയിച്ചു കയറുന്നു എന്നതുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. ഒരു സീറ്റിൽ ഹരിയാനയിലേക്ക് വന്നാൽ ജാട്ടും BJPയും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ജാട്ടും രജപുത്തും ഒക്കെ തമ്മിലുള്ള സംഘർഷം BJPക്ക് മുന്നാക്ക രാഷ്ട്രീയത്തിൽ തലവേദനയാവുന്നു. അതിനെ അവർക്ക് ക്രമീകരിക്കാൻ കഴിയുന്നില്ല. ആ ഘട്ടത്തിലാണ് ബീഹാറിൽ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടുകൊണ്ടുവരുന്ന RJDയെ ഇപ്പോൾ മുന്നണിയിൽ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നു. അത് BJPക്ക് സൃഷ്ടിക്കുന്ന തലവേദന ചെറുതല്ല. ഇവിടെ
ഇവിടെയാണ് പിന്നാക്ക രാഷ്ട്രീയത്തിൽ നേരത്തെ അവർ കൊണ്ടുവരുന്നിരിക്കുന്ന സർവ്വസമാജ് എന്ന് പറയുന്ന ഒരു ആശയത്തെ പൂർണ്ണമായും പൊളിച്ചുകൊണ്ട് അവിടെ SP കടന്നു കയറുന്നു. ആ SP കടന്നു കയറുമ്പോൾ ദളിത് വോട്ടുകൾ, ഈ യാദവേതര OBC വോട്ടുകൾ, ഇതെല്ലാം SP-ക്ക് പിന്നിലും കോൺഗ്രസിന് പിന്നിലും അണിനിരക്കുന്നത് കാണുന്നു. ഇങ്ങനെ ജാതി രാഷ്ട്രീയത്തിന്റെ തീച്ചൂളയിൽ ചൂടേറ്റിരിക്കുന്ന BJP സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP പുലർത്തിക്കൊണ്ടുവരുന്ന പഴയ നയത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതായത് ആവർത്തിച്ചുറപ്പിക്കുകയാണ്. ഇവിടെ ഈ സഭയിൽ തീർച്ചയായിട്ടും ഈ കൊടിക്കുന്നിൽ സുരേഷിനെയാണ് പ്രോട്ടം സ്പീക്കർ ആക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഇന്ത്യ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒരു ദളിത് നേതാവ് തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട്, അതും ഏത് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട് 8 തവണ ലോക്സഭയിലേക്ക് എത്തി പ്രോട്ടം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ വേണ്ടി വരുന്നു എന്നത് ഇന്ത്യ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ്. അദ്ദേഹം എത്തിയിരിക്കുന്നത് എവിടെ നിന്നാണ്? കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന് തുടർച്ചയായി 8 തവണ വിജയിച്ചു കയറിയ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. BJP ഇത് പറയുമ്പോൾ അയോധ്യയിൽ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചു, അയോധ്യയെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിച്ച അയോധ്യ നിൽക്കുന്ന ഫൈസാബാദിൽ അവതേഷ് പ്രസാദ് എന്ന് പറയുന്ന ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട കാൻഡിഡേറ്റ് പരാജയപ്പെടുത്തിയത് ഒരു ഫോർവേഡ് കാസ്റ്റിനെയാണ്. അത് റിസർവ്ഡ് കാറ്റഗറി അല്ല, റിസർവ്ഡ് സീറ്റ് അല്ല എന്ന് ഓർമ്മിക്കണം. ജനറൽ സീറ്റിൽ സമാജ്വാദി പാർട്ടിയുടെ ഒരു ദളിത് നേതാവിന് വിജയിച്ചു കയറാൻ സാധിച്ചു എന്നുള്ളത് BJPയെ സംബന്ധിച്ച് ചെറുതല്ലാത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ അഡ്വാൻറ്റേജ് പോലും കൊടുക്കുന്ന പ്രതീകാത്മകമായ ഒന്നിനും തയ്യാറാവില്ല എന്നുള്ളത് കൊണ്ടാണ്. അതിന് കിരൺ റിജ്ജു പറഞ്ഞിരിക്കുന്ന രസകരമായ മറുപടി എന്താണ്? തുടർച്ചയായിട്ട് വിജയിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് വിജയിച്ചു കയറുമ്പോഴാണ് സീനിയോറിറ്റി വരുന്നത് എന്നാണ്. അങ്ങനെ ഹാൻഡ് ബുക്കിൻ്റെ റൂളിൽ ഏത് ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്നു? ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആകെ പ്രയോഗിച്ചിരിക്കുന്നത് സീനിയോറിറ്റി എന്നത് മാത്രമാണ്. 8 തവണ ലോക്സഭയിൽ അംഗമായ കൊടിക്കുന്നിൽ സുരേഷിനെ വിലക്കാൻ ഇതല്ലാതെ മറ്റു കാരണങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. പിന്നീട് ഒരു കാരണമുള്ളത് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒഡീഷയിൽ നിന്ന് വരുന്ന BJD നേതാവായിരുന്ന ഈ ഭർത്തൃഹരി മത്താബിനെ BJPയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ കൺവെൻഷനുകൾ തെറ്റിച്ചുകൊണ്ട്, കീഴ്വഴക്കങ്ങൾ തെറ്റിച്ചുകൊണ്ട് അവിടെ അദ്ദേഹത്തെ പ്രോട്ടം സ്പീക്കർ ആക്കുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം ചെറുതല്ല. പിളർത്തി വരൂ, ഞങ്ങൾ സമ്മാനം തരാം എന്നതാണ് കൊടുക്കുന്ന സന്ദേശം. അപ്പോൾ ഒരു ഭാഗത്ത് ജാതി രാഷ്ട്രീയത്തിന് ചൂടെറിഞ്ഞ BJPക്ക് ഇനി കോൺഗ്രസിന് ഒരു തരത്തിലുള്ള അഡ്വാൻറ്റേജും ഇന്ത്യ മുന്നണിക്ക് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പാർലമെന്റിൽ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് ഇന്ത്യ മുന്നണിയിലെ ഒരു നേതാവ്, തുടർച്ചയായി ജയിച്ചു വന്ന നേതാവ്, ഒരു സാമൂഹിക നീതിയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ പ്രതിനിധി പാർലമെന്റിൽ പ്രോട്ടം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നതും BJPയെ സംബന്ധിച്ച് രാഷ്ട്രീയമായ തിരിച്ചടിയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് BJP അത് ചെയ്യാത്തത് എന്നതാണ് എൻ്റെ ടേക്ക്. ഒരു കാര്യം കൂടി പറയാം. ഇതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ടല്ലോ. 56-ൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 56-ൽ ഈ പറയുന്ന ചട്ടം തെറ്റിച്ചിട്ടുണ്ട്. 56-ൽ സർദാർ ഹുക്കം സിംഗ്, 77-ലേക്ക് എത്തുമ്പോൾ TD തിവാരി. ഈ 2 ഘട്ടങ്ങളിൽ ഒഴിച്ചു നിർത്തിയാൽ ഇന്നേ വരെ കൺവെൻഷനുകൾ തെറ്റിച്ചിട്ടേ ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് മേനകാ ഗാന്ധിയുടെ കാര്യത്തിലാണെങ്കിലും അവരെ തിരഞ്ഞെടുത്തതിന് ശേഷം അവർ ഡിക്ലൈൻ ചെയ്തതുകൊണ്ടാണ് അന്ന് വീരേന്ദ്രകുമാറിനെ ക്ഷണിച്ചത് എന്നാണ്. 7 തവണ മന്ത്രിയായ, 7 തവണ MP ആയ വീരേന്ദ്രകുമാറിന് ഇത്തവണയും സാധ്യതയുണ്ട്. പക്ഷേ വീരേന്ദ്രകുമാർ എന്തായി? മന്ത്രിയായി. അതുകൊണ്ട് വീരേന്ദ്രകുമാറിന് സാധ്യതയില്ല. ഇല്ലെങ്കിൽ ഈ ചർച്ച ഒതുക്കുന്നില്ല. വീരേന്ദ്രകുമാർ സ്വാഭാവികമായും ആകും BJP പ്രതിനിധി കൂടിയാണ് എന്നുള്ളത് കൊണ്ട്. പക്ഷേ അവിടെ വീരേന്ദ്രകുമാർ മന്ത്രിയാകുന്നതോടുകൂടി അടുത്ത അവസരം നിൽക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷിനാണ്. ആ കൊടിക്കുന്നിൽ സുരേഷിന്റെ അവസരം നിഷേധിച്ചത് സാമൂഹിക നീതിയുടെ ലംഘനമാണ്, പാർലമെന്റിന്റെ ജനാധിപത്യത്തിന്റെ ലംഘനമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത് ആദ്യത്തെ സംഭവമല്ല. പ്രേക്ഷകർ ഒരുപക്ഷെ ചരിത്രം ഓർമ്മിച്ചാൽ 1949 ഡിസംബർ മാസം 11-ാം തീയതി ഡൽഹിയിൽ ഒരു വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? ആ പ്രതിഷേധം നടത്തുന്നത് RSS ആണ്. ആ പ്രതിഷേധം നടത്തുന്നത് ഇന്ത്യയിൽ അന്നത്തെ പാർലമെന്റിൽ ഹിന്ദു കോഡ് ബിൽ അവതരിപ്പിക്കാൻ ജവഹർലാൽ നെഹ്റുവും അംബേദ്കറും അന്നത്തെ നിയമമന്ത്രിയും ശ്രമിക്കുന്നു. ആ അംബേദ്കറിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും കോലം കത്തിച്ചുകൊണ്ട് RSSന്റെ പ്രവർത്തകർ രാംലീല മൈതാനത്ത് നടത്തിയ ഒരു വലിയ റാലി ഉണ്ട് 1949 ഡിസംബർ മാസം 11-ാം തീയതി. അന്നതിന് അധ്യക്ഷം വഹിച്ചിരുന്ന ഒരു സന്യാസിയുണ്ട്. ആ സന്യാസിയുടെ പേര് കർപ്പാത്രി മഹാരാജ് എന്നാണ്. ആ കർപ്പാത്രി മഹാരാജ് പറഞ്ഞ വാചകം ഇതാണ്, അംബേദ്കറിനെ ചൂണ്ടിക്കൊണ്ട്: അയിത്തക്കാരനായ ഇയാൾക്ക് ബ്രാഹ്മണന്മാരുടെ ബിസിനസ്സിൽ ഇടപെടാനുള്ള ഒരവകാശവുമില്ല എന്ന് പറഞ്ഞത് ഈ കർപ്പാത്രി മഹാരാജാണ്. ഇന്ത്യൻ പാർലമെന്റിലെ നിയമമന്ത്രിയായ അംബേദ്കറിനെ ഒരു അയിത്തക്കാരൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് രാംലീല മൈതാനത്ത് ഹിന്ദു കോഡ് ബില്ലിനെതിരെ പ്രതിഷേധിച്ച അതേ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണ് പ്രോട്ടം സ്പീക്കറായി ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രതിനിധിക്ക് അവിടെ ഒരു റിസർവ്ഡ് കാറ്റഗറിയിൽ നിന്ന് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വിജയിച്ചു വന്ന സാമൂഹിക നീതി ഉറപ്പാക്കാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യത്തെയും ആ സൗന്ദര്യത്തെയും നശിപ്പിച്ചത് അതേ രാഷ്ട്രീയ തുടർച്ചയാണ്. ആ സവർണ രാഷ്ട്രീയ ബോധമാണ് നിലവിൽ കൊടിക്കുന്നിൽ സുരേഷിനെ വിലക്കിയിരിക്കുന്നതും ഭർത്തൃഹരി മത്താബിനെ പ്രോട്ടം സ്പീക്കറാക്കി തീരുമാനിച്ചിരിക്കുന്നതുമാണ് എൻ്റെ ടേക്ക്. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം നശിപ്പിച്ചു, പാർലമെന്റിലെ ജനാധിപത്യത്തിന്റെ അന്തസ്സത്തെയും മാന്യതയും നശിപ്പിച്ചു, കളങ്കപ്പെടുത്തി എന്നതാണ് എൻ്റെ ടേക്ക്.
Meet the editors.